എല്ലാവർക്കും നമസ്കാരം. 30 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ച്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കാത്തത് എന്നതിൻ്റെ യഥാർത്ഥ കാരണത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ പണം വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും മതിയാവത്തില്ല, എനിക്ക് വന്ന പോലെ അങ്ങ് തീരും, ഇതിൽ നിന്ന് ഇനി എന്തൊക്കെ അടക്കണം, ഇനി അടുത്ത മാസം ഞാൻ എന്ത് ചെയ്യുമോ എന്തോ. അപ്പോ ശ്രദ്ധിക്കുക, പണം വന്നിട്ടും മനസ്സ് വീണ്ടും ദാരിദ്ര്യത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഒന്നുകൂടി അടിവരയിട്ട് പറയാം, പണം നമ്മുടെ കയ്യിൽ വന്നിട്ടും നമ്മൾ ദാരിദ്ര്യത്തിനെ പറ്റിയിട്ടാണ് പിന്നെയും ചിന്തിക്കുന്നതെങ്കിൽ, സമ്പത്തിനെ പറ്റി നമുക്കവിടെ ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു വിഷയം എവിടെയുണ്ടല്ലോ അല്ലേ. നമ്മൾ ഭയത്തിന്റെ അവസ്ഥയിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ എന്തായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി മാറിയിട്ടുണ്ടോ? ഓരോന്നും വിശകലനം ചെയ്യണ്ട കേട്ടോ, ചെയ്യേണ്ട കാര്യങ്ങളാണ്. പണത്തിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കും. ഭയത്തിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ അൺനെസസറി സ്പെൻഡിങ് എന്നതിലേക്ക് മാറും. പലപ്പോഴും ഇതൊരു പാനിക് പേയ്മെന്റ് ആവാം, അല്ലെങ്കിൽ പ്ലാനിങ് ഇല്ലാത്ത ട്രാൻസ്ഫറിങ് ആവാം. ചിലപ്പോൾ സ്വന്തം ആവശ്യങ്ങൾ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് കിട്ടുന്ന പണം ചിലവഴിക്കുമ്പോൾ നമുക്ക് കുറ്റബോധമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഇൻകത്തിനേക്കാൾ മുമ്പ് നമ്മളുടെ മണിയുടെ റിയാക്ഷനാണ് മാറേണ്ടത്. ഇതാണ് പലരും മിസ്സാവുന്നൊരു കാര്യം. എല്ലാവരും കൂടുതൽ പണം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പണം വന്നാൽ അതിന് സ്വീകരിക്കാൻ, സൂക്ഷിക്കാൻ, വളർത്താൻ, ഉപയോഗിക്കാൻ മനസ്സ് ട്രെയിൻഡ് ആണോ എന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ഭയമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ ചോദ്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം ഇതിൻ്റെ ഉത്തരത്തിലാണ് നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷൻ ജേർണി മുഴുവൻ തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ടെക്നിക്സുകളൊന്നും അല്ല പറഞ്ഞു തരുന്നത്, പക്ഷെ ഒരു ബോധം നിങ്ങളിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, പണം വന്നാൽ എമൗണ്ട് മാത്രം നോക്കി നിൽക്കരുത്, നിങ്ങളുടെ ഇമോഷനെ നോക്കുക. പണം ചെലവഴിക്കുമ്പോൾ ബില്ല് മാത്രം നോക്കരുത്, നിങ്ങളുടെ ബോഡിയുടെ റിയാക്ഷൻസുകളെ നോക്കുക. പണം ചോദിക്കുമ്പോൾ സാഹചര്യം മാത്രം നോക്കരുത്, ഉള്ളിലുള്ള കുറ്റബോധത്തെയും അപകർഷതാബോധത്തെയും ഭയത്തെയും പറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ അകത്തെ റിയാക്ഷൻസിനെ മാറ്റേണ്ടതെന്ന് വളരെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ പ്രോസസ്സുകളായിട്ട്. അപ്പം അടുത്ത ആ ബാച്ചിലേക്ക് നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. ഒന്നുകൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ റിയാക്ഷൻസിനെ ഒന്ന് തിരിച്ചറിയുക, അട്രാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പണത്തെ അട്രാക്ട് ചെയ്യാനുള്ള വഴികളാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ പണത്തെ ആകർഷിക്കാനുള്ള ആകർഷണം പഠിക്കും, അതൊക്കെ കൃത്യമായി ചെയ്തു പോകും. പണത്തെ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷനോട് നമുക്ക് സാധ്യമാകും. ഡീറ്റെയിൽസ് നിങ്ങൾ അഡ്മിനെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങൾ അതിനകത്ത് പറയും. പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭയമാണോ പ്രതീക്ഷയാണോ? അപ്പോൾ നോട്ട് ബുക്സിൽ നിങ്ങൾ എങ്ങനെ എഴുതുക, പണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അനുഭവിക്കുന്നത് ഭയമാണ് അല്ലെങ്കിൽ പ്രതീക്ഷയാണ് എന്ന് വളരെ സത്യസന്ധമായി എഴുതണം. കാരണം ഭയമാണെങ്കിൽ ടെൻഷനാണെങ്കിൽ ടെൻഷൻ എന്നും, ഗിൽറ്റി ആണെങ്കിൽ ഗിൽറ്റ് എന്നും, കുറ്റബോധമാണ് കുറ്റബോധമെന്നും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ നിങ്ങൾക്ക് തോന്നുന്നത്, പ്രതീക്ഷയാണ് പ്രതീക്ഷ എന്നും, കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ എന്നും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾക്കാർക്ക് അതൊന്ന് അയച്ചു കൊടുക്കുക. കാരണം പലരും പണത്തിനായി നെട്ടോട്ട് ഓടുന്നവരുണ്ട്, പക്ഷേ പണത്തെ തടയുന്ന പാറ്റേൺ അവർക്കുണ്ടെന്ന് അവർക്കറിയത്തില്ല എന്നതാണ് യഥാർത്ഥ വിഷയം. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവർക്ക് ആ മാറ്റത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ഡോക്ടർ ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ് നൗ. താങ്ക് യു വെരി മച്ച്.